അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് തിടുക്കപ്പെട്ട് പോണത് കുട്ടികളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് പരീക്ഷയാണല്ലോ സ്കൂളിൽ. അവർ സ്കൂള് വിട്ട് വരുന്നതിന് മുമ്പ് തിരിച്ചു വരണം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ അത് ഈ സൂപ്പർ മാർക്കറ്റിൽ മാത്രം കിട്ടുന്ന സാധനമാണ്. വേറൊന്നുമല്ല കേട്ടോ, നല്ല മണമുള്ള ഫ്ലോർ ക്ലീനറാണേ. അത് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ബിസ്മിയിൽ വന്ന് വാങ്ങിച്ചപ്പോൾ ഉള്ള മണം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ വേറെ കടകളിലൊന്നും ചോദിച്ചിട്ട് അത് കിട്ടണുണ്ടായില്ല. നല്ല ഓഫറുണ്ട് കേട്ടോ അതിന്. അങ്ങനെ അത് വാങ്ങിക്കാൻ വന്നതാണ്. പിന്നെ വന്നാൽ പിന്നെ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ നോക്കൂലോ, നമുക്ക് വേണ്ടെങ്കിലും. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ ഒരു സമാധാനം. എന്നാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും കേട്ടോ. സോപ്പ് അതുപോലെ ഉള്ള സാധനങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് നല്ല ഓഫറുണ്ടാവും. എല്ലാ സാധനത്തിനും മറ്റും ഓഫറൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ കുറച്ച് നേരം നിന്ന് കണക്ക് കൂട്ടിയിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലാഭത്തിലൊക്കെ കിട്ടിയേക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചപ്പോൾ ഇവിടെയൊക്കെ നല്ല പകുതി വിലയ്ക്ക് എന്നും പറഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നും പറഞ്ഞാൽ അത്ര റേറ്റ് കുറവൊന്നും അല്ല കേട്ടോ. 600 രൂപയുടെ പകുതി എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. അപ്പോഴേക്കും കുട്ടികൾ സ്കൂളിൽ വിട്ട് വരാൻ നേരമായിട്ടുണ്ട് കേട്ടോ. അവർ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു 3 മണിക്ക് ആകുമ്പോഴേക്കൊക്കെ വീട്ടിലേക്ക് എത്തും. അപ്പോഴേക്കും നമ്മൾ അവർക്ക് വേണ്ട ചായ റെഡിയാക്കി വെക്കണം. അത് നിർബന്ധമാണ്. സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഫസ്റ്റ്. അപ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച സാധനമാണ് സ്മൈലി പൊട്ടറ്റോസ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിക്കും കേട്ടോ. എന്നും കൊടുക്കാൻ കൊള്ളില്ല. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് നല്ലതാണ് വാങ്ങിച്ച് പിള്ളേർക്ക്. ഇത് വലിയ വേവൊന്നുമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് പോലും വേണ്ട ഇത് വേവിക്കാൻ. ഇത് പുറമേ നല്ല മൊരിഞ്ഞ ഇരുന്നിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അങ്ങനെ അത് ചെറിയ 2 പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, നല്ലതാട്ടോ ഇതൊക്കെ. അങ്ങനെ അത് വൈകുന്നേരത്തെ ചായയുടെ സമയമായി. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ചായയുടെ കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ഇഷ്ടമായിട്ടോ എല്ലാവർക്കും. അത് കണ്ടിട്ട് പെട്ടെന്ന് കിട്ടാത്തതിൻ്റെ വിഷമത്തിലിരിക്കുന്നതാണ്. നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ പിടിക്കണ കാരണം ഒരു മടി ഒന്ന് മാറ്റിയിട്ട് വേണം കഴിക്കാനടുത്ത്. ഇതിപ്പോൾ മഗ്‌രിബൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദിക്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കും കേട്ടോ പഠിക്കാനായിട്ട്. കണ്ടാൽ ഭയങ്കര പഠിപ്പാന്ന് ഓർക്കും. പക്ഷേ നല്ല മിനിറ്റ് നമ്മളിങ്ങനെ വച്ചിട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞ് പഠിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഇശായ്ക്ക് മുമ്പ് ഫുഡൊക്കെ കൊടുക്കും. പക്ഷെ കിടക്കുമ്പോൾ ഏതാണ്ട് 10 മണിയാവും കേട്ടോ. നമ്മളൊരു 9 മണിയാകുമ്പോൾ കൊണ്ടുവന്ന റൂമിൽ കിടത്തിയിട്ട് പോവും. അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ. എന്നിട്ട് തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ച കേട്ടോ. ഇതുവരെ ഉറങ്ങിയിട്ടില്ല 10:30 ആയിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.